ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കളങ്കാവൽ ഇനി നമുക്ക് മുന്നിലെത്താൻ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ട് മമ്മൂക്ക പ്രതിനായകനും വിനായകൻ നായകനുമായിട്ടെത്തുന്ന സിനിമയാണ്. 23 നായികമാരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ഈ 23 നായികമാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. മമ്മൂക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഞാനത് ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിനിമ, അതിൻ്റെ കഥ ജിതിൻ കെ ജോസ് എന്നെ സമീപിച്ചപ്പോൾ ഇതിനകത്ത് പോലീസുകാരൻ്റെ റോളായിരുന്നു എനിക്ക് പറഞ്ഞു വെച്ചിരുന്നത്. ഈ പ്രതിനായക വേഷം വിനായകനായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ആ കഥ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നും പിന്മാറി എനിക്ക് വിനായകൻ ചെയ്യാൻ വെച്ചിരുന്ന പ്രതിനായകൻ്റെ വേഷം മതിയെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. നമ്മളെല്ലാം വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എന്താണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്ന കഥാപാത്രം, അല്ലെങ്കിൽ ഇതുവരെ മമ്മൂക്ക ചെയ്യാത്തൊരു ക്യാരക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സിനിമ എന്താണെന്നും മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം എന്താണെന്നും അറിയാനായിട്ട്. എന്താണെങ്കിലും പടം ഷുവറാണ്. കാരണം 100% പടം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. കാരണം അത്തരത്തിലുള്ള ഒരു തീമാണ് ഇതിനകത്ത് ജിതിൻ കെ ജോസ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് സിനിമ നാളെ നമുക്ക് മുന്നിൽ എത്തുകയാണ്. ബുക്ക് മൈ ഷോയിലും കളങ്കാവൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ബുക്കിങ്ങിലൂടെ ഏതാണ്ട് 2 കോടിക്ക് അടുത്താണ് ഇപ്പം സെയിൽ നടന്നിരിക്കുന്നത്. അപ്പം സിനിമയിൽ ഇനി വിനായകനും മമ്മൂക്കായും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പെർഫോമൻസ് കാണാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ 9 വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും മമ്മൂക്കയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ചിലപ്പം എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ആ ഒരു കഥാപാത്രം അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ സിനിമയെ കൂടുതൽ ഹൈപ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ള. കാരണം വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും സിനിമയ്ക്കില്ല. സിനിമ നോർമലായിട്ട് തന്നെയാണ് തിയേറ്ററിൽ വരുന്നത്. കാരണം ഈ വലിയ ഹൈപ്പിൽ തള്ളിമറിച്ചൊക്കെ സിനിമ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ദൃശ്യം 3 അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്കിപ്പോൾ ഓർമ്മ വരിക. പണ്ട് ഇതുപോലൊരു മഹാൻ ഒരു ഡയലോഗ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടല്ലേ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ കിട്ടാത്ത തരത്തിലുള്ള ഒരു കിഡിലൻ ഹൈപ്പായിരുന്നു ഒടിയൻ എന്ന സിനിമയ്ക്ക് കൊടുത്തിരുന്നത്. ആ സിനിമ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ആ ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ സിനിമ വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നതും കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ദൃശ്യം 3 ഷൂട്ട് തീർന്നു. റിലീസിന് മുമ്പ് തന്നെ 350 കോടി ക്ലബിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1.5 തള്ള് ഈ രഞ്ജിത്തിൻ്റെ ഒരു തള്ളു വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ആ സിനിമയെ എന്താ പറയുക നശിപ്പിക്കാൻ വേണ്ടി. പിന്നെ ദൃശ്യം 1ഉം 2ഉം കണ്ടവരെന്തായാലും ദൃശ്യം 3യും കാണും. ജിത്തു ജോസഫിൻ്റെ ഒരു ഫാമിലി ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 എന്തായാലും സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണും. ഈ തള്ളി മറിക്കാതെയാണല്ലോ തുടരുമെന്ന സിനിമ തിയേറ്ററിൽ എത്തിയത്. അത്യാവശ്യം പ്രേക്ഷകർ സിനിമ കണ്ടു. 200 കോടി ക്ലബിൽ ആ സിനിമ കയറുകയും ചെയ്തു. തള്ളി മറിച്ചിട്ടൊന്നുമില്ല. പ്രേക്ഷകർക്ക് സിനിമ കണ്ടിഷ്ടപ്പെട്ടാൽ അവരത് വിജയിപ്പിക്കും. അത് ഏത് നടൻ്റെ ആയാലും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എക്കോ എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമ. ഈ 12-13 ദിവസം കൊണ്ട് 30 കോടി ക്ലബിൽ ആ സിനിമ കയറിയ കിഡിലൻ സിനിമയാണ് കേട്ടോ. അത് സിനിമ കാണാത്തവരാണെന്ന് മസ്റ്റായിട്ടും ആ തിയേറ്ററിൽ പോയി കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു കിഡിലൻ സിനിമ തന്നെയാണ്. മറ്റൊന്ന് ലോക സിനിമയാണല്ലോ ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പം ആ സിനിമയെ മറികടക്കുന്ന തരത്തിൽ സിനിമകൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മൾ. അതിപ്പോൾ ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും നടന്മാരായിക്കോട്ടെ, മലയാള സിനിമ വളരണം. പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ തള്ളി മറിച്ച് കുത്തി ഇങ്ങനെ കൊണ്ടുവന്ന് വെറുതെ അതിനെ നശിപ്പിക്കല്ലേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നാളെ 9:30 മണിക്ക് നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അതുവരെ കാത്തിരിക്കുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും